ഓ ഷിറ്റ്, കേരളത്തിലെ സ്പോൺസർമാർക്ക് ഇപ്പൊ കഷ്ടകാലാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്തിട്ടും ഒരു മേന വരുന്നില്ല. ശബരിമലയിലെ സ്വർണം 2 കൈകളിലിട്ട് അമ്മാനായിട്ടിരുന്ന സ്പോൺസർ ഇപ്പൊ എന്തേ? അന്വേഷണം വരട്ടെ, അന്വേഷണം തിരിക്കുന്ന ഒരു സംവിധാനമായി. അന്വേഷണം വരട്ടെ, ഏത് അന്വേഷണത്തെയും ഞാൻ നെഞ്ചു മിരിച്ച് നേരിടുന്നാണ് അന്ന് ആ സ്പോൺസർ പറഞ്ഞത്. അമ്പട ധൈര്യശാലി. എന്റെ ഡോക്യുമെന്റുകൾ ഞാൻ അഡ്വക്കേറ്റിന് ഹാൻഡ് ഓവർ ചെയ്തു. അത് വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് കോടതി അത് എടുക്കും. എല്ലാ രേഖയും വിജിലൻസിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏതാണ് ആ രേഖ? കണ്ടോളൂ, ഇതാണ് ആ രേഖ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ആ രേഖകളുടെ ആഫ്റ്റർ എഫക്റ്റില് ഇപ്പം നമ്മുടെ ഹീറോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇനി നമുക്ക് വേറെ സ്പോൺസറിന്റെ വേറെ കുറച്ച് രേഖകൾ പരിശോധിക്കാം. ഫിഫ റാങ്കിങ്ങിലുള്ള ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ മതി. ആ ഡോക്യുമെന്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യല്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ശരിക്കും അങ്ങനെ ഒരു രേഖ ഉണ്ടോ? ആ രേഖ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ആർക്കും ഒന്നും അറിഞ്ഞൂടാ. ആ ഡോക്യുമെന്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യല്ല. ഇതാണ് ആ രേഖ. 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ട്. 1-2 ദിവസമല്ലേ മക്കളെ, ഒരാഴ്ചയാണ് മെസ്സി കേരളത്തിലുണ്ടാവുക. പിന്നെ മെസ്സി ആയിട്ട് ജനസമ്പർക്ക പരിപാടി, മെസ്സി ഓരോ പഞ്ചായത്തിലും ഓരോ വീട്ടിലും കയറി ഇറങ്ങാ. അങ്ങനെ വൻ പ്ലാനിങ് ആയിരുന്നു. നമ്മുടെ കായിക മന്ത്രിയും സ്പോൺസറും ആ ഫോൺ എടുത്തിട്ട് ഒന്ന് വിളിച്ചാൽ മതി, മോനെ മെസ്സി ഒന്നിങ്ങോട്ട് ഇത്രയിടം വരെ വാടാന്ന്. അപ്പൊ തന്നെ മെസ്സി പറന്നിങ്ങോട്ട് വരില്ലേ? ഹൈ, അവര് തമ്മിൽ അത്രയ്ക്ക് മച്ച ബന്ധല്ലേന്ന്. അല്ലാതെ മെസ്സിനെ കൊണ്ടുവരാനാണ് എനിക്ക് ഇപ്പോഴും നടക്കുന്നത്. നിങ്ങൾക്ക് അതില്ലാതെ പറയണ്ട. കാരണം AFL പൈസയുണ്ട്. ഞാനിപ്പോ സ്റ്റക്കൗണ്ട് പിടിക്കുകയാണ്. എനിക്കിതാ നിങ്ങൾ ഇവിടെ വന്നോണം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ കഴിയും. മെസ്സി വരണേന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞോണ്ടിരുന്നപ്പോ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇവിടുത്തെ ആരാധകർ വിശ്വസിച്ചു പോയി ശരിയായിരിക്കല്ലേന്ന്. പക്ഷെ സമയമായപ്പോ എല്ലാരും കൈമലർത്തി. മെസ്സിയാ? ഏത് മെസ്സി? എവിടത്തെ മെസ്സി എന്ന്. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങളെന്നെ തല്ലോ. അതിനെന്തിനാട്ടെ ഞങ്ങൾ തല്ലുന്നത്? നീ ഞങ്ങളുടെ മുത്തല്ലേ. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്ക് അതിന്റെ ഫിഫേന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചാശാനെന്ന് ഞാൻ പറഞ്ഞല്ലേ പണ്ട്. തന്നോട് ഇവിടുന്ന് ഞാൻ ഇപ്പോൾ തർക്കിക്കാൻ വരുന്നില്ല. എന്താ അറിയോ, അത് ശരിയാവില്ല. മനസ്സിലായി? എന്നോട് വർത്താനം പറയാൻ മറ്റേ ഭാഷ മറ്റേ ഭാഷ എന്തുട്ടാന്ന് ചോദിക്കരുതട്ടാ. അത് മന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂ. സ്പോൺസർ സാർ ഒന്ന് ഇടപെടൂ. നമ്മളെ ആരാധകര് നിക്കണ അതെ പോണ. ശരി, നിങ്ങളുടെ വല്ല ഐഡിയ ഉണ്ടോ? വേറെ മെസ്സിനെ കൊണ്ടുവരാൻ അർജന്റീന ഞാൻ പൈസ മുടക്കാം. ഞാൻ റിപ്പോർട്ട് ചെയ്ത് പൈസ കൊടുക്കാം. നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്ന് തരുമോ? കാശ് എത്ര വേണമെങ്കിലും ഇറക്കാം. കോടികൾ ഞങ്ങളുടെ സ്പോൺസർക്ക് ഒരു പ്രശ്നമേ അല്ല. രേഖകളും ഞങ്ങളുടെ സ്പോൺസർ സെറ്റാക്കാം. പക്ഷെ ഒറ്റ പ്രശ്നം, ഈ അർജന്റീന അങ്ങോട്ട് സെറ്റ് ആവണില്ലെന്നേ. അവന്മാരുടെ സ്വഭാവം ശരിയല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാണ് സ്പോൺസർ മുതലാളി പറയണത്. ഇവര് എല്ലാ കാര്യങ്ങളുമായിട്ട് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇവര് എല്ലാ ലാഘത്തോടുകൂടിയാണ് കാണുന്നത്. അല്ല എന്തോ സാറേ, മെസ്സിയും ടീമും വരണു എന്ന് പറഞ്ഞിട്ട് നല്ലോണം പോലെ ഇരുന്നൊരു സ്റ്റേഡിയം കുത്തിപ്പൊളിച്ചിട്ടില്ലേ? അതിനിപ്പോ എന്താ ചെയ്യാ? അല്ലെ, നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസ്രാക്കുള്ളി ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. എന്ത് വിധി ഇത്? ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയും? ഇവിടെ നാരോ അർജന്റീനയിലേക്ക് ഒരു മെയിൽ അയച്ചു. അതോടെ മൊത്തം പ്രശ്നമായി. അതാണ്ടായേ. ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അങ്ങനെ ആരോ ഒരു മെയിൽ അയച്ചതോടെ നമ്മുടെ മെസ്സി മോഹങ്ങൾ ഇവിടെ തകർന്നടിയുകയാണ് സുഹൃത്തുക്കള്. ലോകശ്രദ്ധ നേടുന്ന ദിവസത്തെ മെസ്സിയുടെയും സംഘത്തിന്റെയും യാത്രാ ക്രമീകരണങ്ങൾ ഇപ്രകാരമായിരിക്കും. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയത്. മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ? അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ ചോദിക്കരുത്. മരമാകുമ്പോ മുറിക്കൂലേ? മരം മുറിക്കണത് മരം മുറിക്കാരല്ലേ. മരം മുറിക്കണ കാര്യം എന്തിനാ ഇവിടെ ചോദിക്കണത്? സ്വല്പം നടുവേദനയുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. എന്താണ് മാർച്ചിൽ ഇത് നവംബറിലുള്ള കളി 2 മാസം കൂടെ അത്രയും നല്ലതാണെന്നേ. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. നവംബറിൽ മെസ്സി വരുമെന്ന നാടകത്തിന് ശേഷം സ്പോൺസറും സർക്കാരും അവതരിപ്പിക്കുന്നു മാർച്ചിൽ മെസ്സി വരും. മെസ്സിയും അർജന്റീനയും വന്നാ മെസ്സിക്ക് കൊള്ളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.